നമ്മളിപ്പോ UG കേബിളിംഗ് കൊടുക്കുന്നുണ്ടല്ലോ. ഈ UG കേബിളിംഗ് കൊടുക്കുന്നതുകൊണ്ട് ക്ലയൻസിന് എന്തൊക്കെ ബെനിഫിറ്റാ കിട്ടണം? ക്ലയൻസിന്റെ ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സേഫ്റ്റി. UG കേബിളിംഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മളൊരു കുറച്ച് പോസ്റ്റ് ഇടുന്നു, അവിടെ ഓവർ ഹെഡ് ലൈൻസ് വലിക്കുന്നു പറഞ്ഞാൽ ലൈവ് ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മുകളിൽ ഇലക്ട്രിസിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് റിസ്ക് ആണ്. UG കേബിളിംഗ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒഴിവാകുകയാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോംസ്, വിൻഡുകൾ ഇതെല്ലാം വരുമ്പോൾ സാധാരണ അതിൽ കേൾക്കുന്ന കാര്യമാണ് ലൈൻ പൊട്ടി വീഴുക. ഇതേപോലുള്ള അപകടങ്ങളൊക്കെ UG കേബിളിംഗ് ചെയ്യുന്നതുകൊണ്ട് ഒഴിവാകുകയാണ്. കാരണം കംപ്ലീറ്റ്ലി കവേർഡായി പ്രൊട്ടക്ട് ചെയ്ത് മണ്ണിനടിയിൽ ഇരിക്കുന്ന ഒരു സാധനം മാത്രമാണത്. ദെൻ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടിയാൽ ഫയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു UG കേബിളിംഗ് അടിയിൽ നമ്മൾ കവേർഡായിട്ട് പ്രൊട്ടക്റ്റ് വെച്ചുകൊണ്ട് ആ ഒരു റിസ്ക് ഇവിടെ കുറയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മെയിൻ്റെനൻസ് ഒരുപാട് വരുമോ? അതാണ് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത്. ഇത് ചെയ്യുകൊണ്ട് മെയിൻ്റെനൻസേ ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോം വരുമ്പോഴും വിൻഡ് വരുമ്പോഴും നമ്മൾ കറണ്ട് പോകാറുണ്ട്. റീസൺ എന്താ? ഫ്യൂസ് പോയിട്ടുണ്ടായിരിക്കും, എവിടെയെങ്കിലും വയറുകൾ കൂട്ടിമുട്ടിയിട്ട്, ഇല്ലെങ്കിൽ പോസ്റ്റുകൾ വീണിട്ട് അങ്ങനെയെല്ലാം പോയിട്ടുണ്ടായിരിക്കും. UG കേബിളുകൾ സേഫായി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള റിസ്ക് അവിടെ വരുന്നില്ല. മഴ വന്നോട്ടെ, വെയിൽ വന്നോട്ടെ, ഏത് വെതർ കണ്ടീഷനായാലും ഈ സാധനം കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്ത് മണ്ണിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്. ലോ മെയിൻ്റെനൻസ് ആണ് ഒരു സെക്കൻഡ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് യൂട്ടിലൈസേഷൻ. ഒരു പോസ്റ്റ് പോകുമ്പോൾ അതിലൂടെ ബെറിഡ് ലൈൻസ് പോകുമ്പോഴും ആ സ്പേസ് നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിനും. ഇവൻ നമുക്കൊരു ചെറിയ ചെടികളോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പോലും ഓവർ ഹെഡ് ലൈൻസ് വെക്കുന്ന അത് പറ്റിയെന്ന് വരില്ല. ആ ഏരിയ ക്ലിയർ ആയിരിക്കണം. KCBക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഏരിയ കൊടുക്കേണ്ടത്. UG കേബിളിംഗ് കൊടുക്കൊണ്ട് ആ സ്പേസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതൊരു വേറെ ഗുണമാണ്. ഞാനിപ്പോ നമ്മുടെ പ്രൊജക്ട്സിൽ നോക്കുമ്പോ എനിക്ക് കൂടുതൽ അട്രാക്ട് ആയ UG കേബിളിംഗ് കൊണ്ട് അട്രാക്ട് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് ആണ്. കാരണം നല്ലൊരു നമ്മൾ നോർമൽ ഒരു പ്രൊജക്റ്റിൽ നോക്കുമ്പോ എല്ലാവിടെയും പോസ്റ്റ്, അതിലൂടെ വയേഴ്സ്, അതൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് ആദ്യം KCB വരും, KCB പോൾസ് ഇടും, അതിലൂടെ ലൈവ് ലൈൻസ് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് വേറൊരു ആൾക്കാർ കൂടി വരാണ്ട്, ഇന്റർനെറ്റ് കേബിൾസ്, കേബിൾ TVകൾ, ഇവരെല്ലാം കുറേ കേബിൾസ് അങ്ങോട്ടും ചറപറാന്ന് ഇടുമ്പോൾ ആ പ്രൊജക്റ്റിന്റെ ഓവറോൾ ലുക്കിനെ ഇത് നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ UG കേബിളിംഗ് ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോവാണ്. അത് പോസ്റ്റുകൾ, ഈ പറഞ്ഞ ഈ ലൈവ് കേബിൾസ് എല്ലാം നമുക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യൂവിനൊരു ബ്രേക്ക് ഉണ്ടാവില്ല. ഒരു എസ്തെറ്റിക് വ്യൂ എപ്പോഴും നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊജക്ട് വാങ്ങുന്ന ക്ലയൻസിന് അത് റീസെയിൽ ചെയ്യുമ്പോഴും ഈ ഒരു ബെനിഫിറ്റ് കൊണ്ട് അതിന്റെ വാല്യൂ അഡീഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലേ? ഓവറോൾ വാല്യൂ എപ്പോഴും നമുക്ക് അതിൽ ഇൻക്രീസ് ആയി. ഓക്കെ.